Graphic design Malayalamത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ സോഫ്റ്റ്വെയർ ആയ അഡോബി ഇല്ലസ്ട്രേറ്റർ ആണ്. അഡോബി ഫോട്ടോഷോപ്പ് പോലെ തന്നെയാണ് അഡോബി ഇല്ലസ്ട്രേറ്റർ. കൂടുതൽ വരയ്ക്കാനും ലോഗോ ഡിസൈൻ ചെയ്യാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ അഡോബി ഇല്ലസ്ട്രേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇല്ലസ്ട്രേറ്ററിനെ നമുക്ക് പരിചയപ്പെടാം. ഇല്ലസ്ട്രേറ്റർ ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അഡോബി ഇല്ലസ്ട്രേറ്റർ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ അത് ക്ലിക്ക് ചെയ്ത് അഡോബി ഇല്ലസ്ട്രേറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇല്ലസ്ട്രേറ്ററിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ അത് കൂടുതലും വരയ്ക്കാനും ഐക്കൺസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഐക്കൺസ് പലതരം ഡ്രോയിങ്സ് അങ്ങനെയൊക്കെ ചെയ്യാനാണ് ഇല്ലസ്ട്രേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇല്ലസ്ട്രേറ്റർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ ഒരു വിൻഡോയാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ആദ്യമേ നമുക്കിത് ഈ ഇൻ്റർഫേസ് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം കാണുന്നതാണ് ഹോം എന്ന് പറയുന്നൊരു ബട്ടണുണ്ട്, ക്രിയേറ്റ് ന്യൂ ഉണ്ട്, ഓപ്പൺ എന്ന് പറയുന്ന ബട്ടണുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പലതരം പേജുകളുടെ സൈസ്, അതായത് ക്രിയേറ്റ് ന്യൂ ഫയൽ, ഓരോ ഫയലിൻ്റേതും സൈസുകൾ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ റീസെൻ്റായിട്ട് നമ്മൾ ചെയ്ത ആക്ടിവിറ്റി ഈ ഭാഗത്ത് കാണിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണോ നമ്മൾ വരച്ച പടങ്ങളോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത ഫയൽസിൻ്റെ ഒരു പ്രിവ്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ പ്രിവ്യൂ വേണമെങ്കിൽ ഇവിടെ ലിസ്റ്റായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കാണുന്ന രീതിയിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്നത് പുതിയ ഫയൽ ചെയ്യാനും, ഓപ്പൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വർക്ക് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇമേജിനെ അല്ല ഒരു ഫയലിനെ നമുക്ക് നമ്മുടെ ഫയലിലേക്ക് ഓപ്പൺ ചെയ്യാനും വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ന്യൂ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ക്രിയേറ്റ് ന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിൽ കാണിച്ചിരിക്കുന്നത് A4 സൈസ്. ഇപ്പോൾ ഞാൻ കുറച്ച് റീസെൻറ്റ് ചെയ്തിരിക്കുന്ന ഫയലെല്ലാം A4 ആയിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ A4ൻ്റെ കാണിച്ചിരിക്കുന്നത്. അല്ല ഇവിടെ സേവ് ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫയലിൽ കൊടുത്ത് സൈസ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഇവിടെ കാണിക്കും. ഇനി നമുക്ക് മൊബൈലിന് പറയുന്ന ഓപ്പൺ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ പലതരം മൊബൈലിൻ്റെ സൈസ്, മൊബൈലിൻ്റെ പേജ് സൈസ്, അതായത് മൊബൈലിലേക്ക് നമ്മളെന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റോ എന്തെങ്കിലും ചെയ്തിടുവാണെങ്കിൽ ആ മൊബൈലിൻ്റെ കറക്റ്റ് ഏരിയ ആ ഒരു സൈസ് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അതിന് വേണ്ടിയാണ് ഇവിടെ മൊബൈലിൻ്റെ സൈസുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് വേണ്ടതെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ വെബ് എന്ന് പറയുന്ന അടുത്ത ടാബ് വെബാണ്. വെബിന് വേണ്ടി കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഓരോ അളവുകളുണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അടുത്തത് വരുന്ന പ്രിൻറ്റിനുള്ള ഓപ്ഷൻസിലാണ് ലെറ്റർ, A4, ലീഗൽ അങ്ങനെയുള്ള ഓപ്ഷൻസ്. ലെറ്റർ പ്രിൻറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, മാഗസിന് വേണ്ടി, ന്യൂസ് പേപ്പറിന് വേണ്ടി, ആഡിന് വേണ്ടി, അതിനൊക്കെ നമ്മൾ പ്രിൻറ്റിൽ നിന്നാണ് എടുക്കുന്നത്. അതിനുശേഷം വരുന്നതാണ് ടാബാണ് ഫിലിം ആൻഡ് വീഡിയോ. ഏതെങ്കിലും ഫിലിമിൻ്റെയോ അല്ലെങ്കിൽ വീഡിയോയ്ക്കോ വേണ്ടി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പേജ് സൈസാണ് ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. ഞാൻ പ്രിൻറ്റിൻ്റെ അതിന് A4 തന്നെ സെലക്ട് ചെയ്യണം. ഇനി അതല്ല നമുക്ക് ഒരു കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനാണ് എങ്കിൽ അത് നമ്മളിവിടെ ഈ പ്രസൻറ്റ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് കിട്ടും. പ്രസൻറ്റ് ഡീറ്റെയിൽസ് നമ്മൾ അൺടൈറ്റിൽഡിൽ നമ്മൾ പേര് കൊടുക്കുക. ഇപ്പോൾ ന്യൂന്ന് ഞാനിവിടെ പേര് കൊടുത്തു. അവിടെ വിഡ്ത്ത് എത്രയാണെന്ന് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കണം. അതിനായിട്ട് ഇവിടെ പോയിൻറ്റ് സൈസ് കാണിച്ചിട്ടുണ്ട്, ഇഞ്ചസ് ഉണ്ട്, മില്ലിമീറ്റർ ഉണ്ട്, സെൻറ്റിമീറ്റർ ഉണ്ട്, പിക്സൽ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ സെൻറ്റിമീറ്റർ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ 21 സെൻറ്റിമീറ്ററിന് 20 സെൻറ്റിമീറ്റർ, ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഹൈറ്റും ഞാനിവിടെ 20 സെൻറ്റിമീറ്റർ, 30 സെൻറ്റിമീറ്റർ കൊടുത്തു. അതിനുശേഷം വരുന്ന അടുത്തതാണ് ഓറിയൻറ്റേഷന് ചോദിച്ചു. ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് പോർട്രേറ്റ് ആയിട്ട് വേണോ ലാൻഡ്സ്കേപ്പ് ആയിട്ട് വേണമെന്നാണ്. അപ്പോൾ എനിക്ക് പോർട്രേറ്റ് ആയിട്ട് മതി. പോർട്രേറ്റ് കൊടുത്തു. ആർട്ട് ബോർഡ്, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഫയലിന് പറയുന്ന പേരാണ് ആർട്ട് ബോർഡ് എന്ന്. അപ്പോൾ നമ്മൾ ആർട്ട് ബോർഡ് എത്ര പേജ് വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു പേജ് മതി, ഞാൻ ഒന്ന് തന്നെ കൊടുത്തു. അതിനുശേഷം കട്ടിങ്ങിനായിട്ട് ബ്ലേഡ് കൊടുക്കണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ബ്ലേഡൊന്നും ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് കളർ മോഡ് ചോദിക്കും. CMYK കളർ വേണോ, RGB കളർ വേണോ. അപ്പോൾ നമ്മൾ ഒരു വെബിലേക്കോ ഒരു മൂവിയിലോട്ടോ ഒക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് RGB കളർ സെലക്ട് ചെയ്താൽ മതി. അതേസമയം പ്രിൻറ്റിങ്ങിനുള്ളതാണെങ്കിൽ നമ്മൾ CMYK കളർ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ CMYK തന്നെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം വരുന്നതാണ് റാസ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞിട്ട് റെസൊല്യൂഷൻ ചോദിക്കുന്നത്.
അത് ഹൈ വേണോ മീഡിയം വേണോ സ്ക്രീൻ വേണോ എന്നാണ്. അപ്പോൾ എനിക്ക് ഹൈ തന്നെ വേണം. ഞാനിവിടെ 300 ppi തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു. പ്രിവ്യൂ മോഡ് ചോദിച്ചിരിക്കുന്നത് ഡീഫോൾട്ടായി തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുത്ത അളവിനനുസരിച്ചൊരു ആർട്ട് ബോർഡ് നമുക്ക് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു ഇല്ലസ്ട്രേറ്ററിന് ഒരു പുതിയ ഫയൽ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ വിൻഡോ കാണുന്നത്. ഇനി ഈ ആർട്ട് ബോർഡ് വീണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ആർട്ട് ബോർഡ്സ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, എഡിറ്റ് ആർട്ട് ബോർഡ്സ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിനും ഇവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. ട്രാൻസ്ഫോമിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ആർട്ട് ബോർഡിൻ്റെ പ്രസൻറ്റ് ഇവിടെ നമ്മുടെ പേജ് സൈസ് മാറ്റണമെങ്കിൽ ഇവിടെ പേജ് സൈസ് മാറ്റാം. ഓറിയൻറ്റേഷൻ മാറ്റണമെങ്കിൽ ഓറിയൻറ്റേഷൻ മാറ്റി കൊടുക്കാം. അത് വേണ്ട എങ്കിൽ നമുക്ക് വെളിയിൽ വന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്ത് ഓരോ ടൂളുകളെ പറ്റിയാണ് അടുത്തത് പരിചയപ്പെടുന്നത്. ഇതാണ് നമ്മൾ ടൂൾ ബോക്സ് എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് കാണുന്നതാണ് ടൂൾ ബാർ. നമ്മൾ ഫോട്ടോഷോപ്പിലെ പോലെ തന്നെയുള്ളതാണ് ടൂൾ ബാർ. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വലുതാകാൻ ചെറുതാക്കുകയൊക്കെ ചെയ്യാം. ടൂൾ ബാർ ഏറ്റവും മേളിൽ കാണുന്നതാണ് മെനു ബാർ. അതിന് താഴെ കാണുന്നതാണ് ഓപ്ഷൻ ബാർ. ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ പാലറ്റ്സുകൾ അല്ലെങ്കിൽ പല ഓപ്ഷൻസുകൾ പാലറ്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട്. ഇതാണ് ഇല്ലസ്ട്രേറ്ററിൻ്റെ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള ഒരു വിൻഡോയും ഇതിൻ്റെ കാര്യങ്ങളും. ഇല്ലസ്ട്രേറ്ററിൻ്റെ ടൂളിൽ ആദ്യം കിടക്കുന്നതാണ് സെലക്ഷൻ ടൂൾ. അത് കീബോർഡിൽ V പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൂൾ ആക്റ്റീവായിട്ട് വരും. രണ്ടാമത് കിടക്കുന്നതാണ് ഡയറക്റ്റ് സെലക്ഷൻ ടൂള്, ഗ്രൂപ്പ് സെലക്ഷൻ ടൂള്. അതിനുശേഷം ഇവിടെ മൗസ് ഇങ്ങനെ കഴ്സർ പോയിൻ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിൻ്റെ മേളിൽ പിടിച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ ഇത് കാണിക്കും ഏതാണ് മാജിക് ബാൻഡ് ടൂള്. അതിനുശേഷം വരുന്നതാണ് ലാസോ ടൂള്. അതിന് വരുന്നതാണ് പെൻ ടൂള്. പെൻ ടൂളിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പെൻ ടൂളിൻ്റെ ഓപ്ഷൻസ് കാണാൻ പറ്റും. പെൻ ടൂള് നമ്മൾ ഫോട്ടോഷോപ്പിൽ പഠിച്ചതുപോലെ തന്നെയാണ് പെൻ ടൂളിൻ്റെ ഉപയോഗങ്ങൾ. അതിനുശേഷം വരുന്ന ടെക്സ്റ്റ് ടൂള്, അതിനുശേഷം വരുന്ന ലൈൻ വരയ്ക്കാനുള്ളത്, അങ്ങനെ കുറേ ടൂൾസ് ഇതിനകത്തുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഓരോ ടൂൾസായിട്ട് വിശദമായിട്ട് പഠിക്കാം. താങ്ക് യു.